കർത്താവിൽ പ്രിയരെ, വീണ്ടും ഒരു വലിയ നോമ്പിലേക്ക് നാം പ്രവേശിക്കുന്നു. എല്ലാ വർഷത്തെയും പോലെ വലിയ നോമ്പിൻ്റെ ആദ്യ ദിവസമായി ഇന്ന് നാം ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 2 വേഴ്സസ് 1 through 11. നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒരു വേദഭാഗം കൂടിയാണല്ലോ ഇത്. ചില ചെറുചിന്തകൾ പങ്കിടട്ടെ. ഒന്നാമതായി, മറ്റേതൊരു മയക്കുമരുന്നിനേക്കാളും ദൈവത്തിന് ലഹരിയുണ്ട്. ഗോഡ് ഈസ് മോർ ഇൻടോക്സിക്കേറ്റഡ് ദാൻ എനി അതർ ഡ്രഗ്സ്. അതെ, ദൈവമാണ് ആത്യന്തിക ലഹരി. ദൈവമാകണം ആത്യന്തിക ലഹരി. ഈ ഭവനത്തിൽ വീഞ്ഞും വീഞ്ഞിൻ്റെ ലഹരിയും അസ്തമിച്ചു പോയപ്പോൾ യേശു കർത്താവ് ഇടപെടുന്നതാണല്ലോ ഇവിടുത്തെ പരാമർശം. എന്നാൽ ഇന്നത്തെ നമ്മുടെ വിരുന്നുകളിൽ ക്രിസ്തുവില്ല. പകരം അവൻ്റെ സ്ഥാനം പതഞ്ഞൊഴുകുന്ന ലഹരി വസ്തുക്കൾ ഏറ്റെടുത്തിരിക്കുന്നു. കൂടുതൽ ആനന്ദത്തിനു വേണ്ടി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു. എന്നാൽ ഇവയ്ക്കൊന്നും ക്രിസ്തു നൽകുന്ന ലഹരി നൽകുവാൻ സാധിക്കയില്ല. എന്നിലും നിങ്ങളിലും ക്രിസ്തു ഒരു ലഹരിയായി മാറുന്ന അനുഭവമാകട്ടെ ഈ വർഷത്തെ നോമ്പാചരണം. രണ്ടാമതായി, വീഞ്ഞായി മാറിയ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. And the master of the banquet tasted the water that had been turned into wine. അത് എവിടെ നിന്നാണ് എന്ന് വിരുന്നുവാഴി അറിയുന്നില്ല. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോഴാണ് താഴ്ന്നതരം വീഞ്ഞ് വിളമ്പുന്നത്. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് പറയുന്നു. അതെ, ഞാനും നിങ്ങളുമൊക്കെ ഒരു വിരുന്നാണ്. നമ്മുടെ ജീവിതം തന്നെ ഒരു വിരുന്നാണ്. തുടക്കത്തിൽ മാത്രം ലഹരി പിടിക്കുന്നവരും പിടിപ്പിക്കുന്നവരുമായിട്ടല്ല, മറിച്ച് തുടക്കം മുതൽ ഒടുക്കം വരെ ലഹരി നൽകുന്നവരായി നാം മാറണം. നമ്മെ രുചിച്ചു നോക്കിയിട്ട് ആരും തുപ്പിക്കളയാതിരിക്കട്ടെ. ഒടുക്കം വരെ നല്ലത് സൂക്ഷിച്ചുവെന്ന് മറ്റുള്ളവർ നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയട്ടെ. മൂന്നാമതായി, യഹൂദന്റെ മേശയിലെ അവിഭാജ്യ വസ്തുവാണ് വീഞ്ഞ്. അത് തീർന്നുപോയി എന്ന് വന്നാൽ ആ കുടുംബം വലിയ അപമാനത്തിലായി എന്നാണ് അർത്ഥം. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന അമ്മ മറിയ ആ സാഹചര്യത്തെ കൈകാര്യം ചെയ്യുന്ന രീതി ശ്രദ്ധിക്കുക. ആ കുടുംബത്തിന് അപമാനം വരുത്തുന്നതൊന്നും അവർ പറയുകയോ ചെയ്യുകയോ ചെയ്യുന്നില്ല. പകരം ആ കുടുംബത്തെ അപമാനത്തിൽ നിന്നും രക്ഷിക്കുവാൻ ക്രിസ്തുവിനോട് വ്യക്തിപരമായി ആവശ്യപ്പെടുകയാണ് അവർ ചെയ്യുന്നത്. ആ കുടുംബത്തിലെ പ്രതിസന്ധിയെ ആഘോഷിക്കുകയല്ല, മറിച്ച് അതിന് പരിഹാരം കാണുവാനാണ് മറിയ ശ്രദ്ധിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് മറ്റൊരാളുടെയോ മറ്റൊരു ഭവനത്തിൻ്റെയോ പ്രതിസന്ധികളെയും പോരായ്മകളെയും നോക്കിക്കാണുന്നത്? പരമാവധി അവരുടെ പോരായ്മകളെ പ്രസിദ്ധപ്പെടുത്തി ആ കുടുംബത്തെ അപമാനത്തിൻ്റെ ആഴക്കയത്തിലേക്ക് തള്ളിവിടുന്ന പ്രവൃത്തിയല്ലേ പലപ്പോഴും നമ്മളിൽ നിന്നൊക്കെ ഉണ്ടാവുന്നത്? ബഹുമാനപ്പെട്ട മോത്തിവർക്കി അച്ഛൻ പറയുന്നത് പോലെ, മറ്റുള്ളവരുടെ ജീവിതത്തിലെ സ്വകാര്യ സങ്കടങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണമെന്ന സാമാന്യ മര്യാദ തിരിച്ചുപിടിക്കാൻ ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവം ഈപ്പനച്ചൻ.